ഞാൻ ഷാജി മാമൻ, തൃശ്ശൂർ ബൈറ്റ്സിൻ്റെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നോട് തയ്യാറാക്കാൻ പോകുന്നത് ചിപ്പിക്കൂൺ റോസ്റ്റ്. ഇതിപ്പോൾ ആദ്യം ഇത് കുറച്ച് മഞ്ഞളും ഉപ്പിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇടും. അതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പാചകം ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമ്മൾ 100 ഗ്രാം എണ്ണ ഒഴിക്കുക. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു സവാള അരിഞ്ഞ് വെച്ചതും പച്ചമുളകും വറ്റൽമുളകും ഇട്ടിട്ട് ഇളക്കുക. അതിന് ശേഷം ഒരു സ്പൂണ് കുത്തുമുളക്, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക്, 1 സ്പൂൺ കുരുമുളക്, കുറച്ച് 1/2 സ്പൂൺ മസാല, കാശ്മീരി മുളക്, 1 സ്പൂൺ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി നന്നായി പാകമായതിന് ശേഷം ഒന്ന് പച്ചമണം പോയതിന് ശേഷം കുറച്ച് വേപ്പില ഇടുക. അതിന് ശേഷം ഒന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം കുറച്ച് തക്കാളി ഇടുന്നു. 2 തക്കാളി അതിന് നൈസായി അരിഞ്ഞത് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തക്കാളിയിൽ അരിഞ്ഞ് ചേരണം. അതിന് വേണ്ടി സ്വല്പം കുറച്ച് പാകത്തിന് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ഒരു 2-3 സ്പൂൺ വെള്ളം അതിലൊഴിക്കുക. അപ്പോൾ ഒന്ന് മിക്സിങ് കറക്റ്റായിരിക്കും. 2 സ്പൂണ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം പാകമായി വന്നതിന് ശേഷം നമ്മൾ കൂണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് അത് മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സ് ചെയ്ത് എല്ലാവർക്കും നന്നായിട്ട് ആയതിന് ശേഷം മുളകും ഇതൊക്കെ നന്നായി പുരണ്ടതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. നമ്മുടെ കൂന്തൽ റോസ്റ്റ് നന്നായിരിക്കണം. ഇതെല്ലാവരും ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. നന്നായി മിക്സായിട്ട് വരട്ടെ. ഇത് നല്ലൊരു പോഷകാഹാരമാണ്. കൂണിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡിയായി. അങ്ങനെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് മസാലയൊക്കെ പറ്റി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കുക, വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും